ഗസയിലെ സമാധാനത്തിനായി നെട്ടോട്ടമോടുന്നുവെന്ന് ധരിപ്പിച്ച് ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒറ്റയടിക്ക് മലക്കം പറഞ്ഞിരിക്കുകയാണ്. ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി സംബന്ധിച്ച് തനിക്ക് ഉറപ്പില്ലെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് സംബന്ധിച്ച് നിർണായക ചർച്ച നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണം വന്നിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇതുവരെ വെടിനിർത്തൽ കരാർ വിജയകരമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ബാക്കിയുള്ള ബന്ദികളെയും മോചിപ്പിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറയുകയുണ്ടായി. ഗസയുടെ പുനർനിർമ്മാണം, യുദ്ധാനന്തര ഗസയുടെ ഭാവി തുടങ്ങിയ കാര്യങ്ങളിൽ 2-3 ഘട്ട വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ ഹമാസ് നിയന്ത്രണത്തിൽ ഗസയുടെ പുനർനിർമ്മാണം അനുവദിക്കില്ലെന്ന നിലപാട് ഇന്ന് ട്രംപിന് മുമ്പാകെ നെതന്യാഹു ഉന്നയിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ ഉപാധികൾ മുന്നോട്ടുവച്ച് ഉറ്റവരുടെ മോചനത്തിന് തുരങ്കം വയ്ക്കരുതെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തു. കരാർ റദ്ദാക്കി ഗസയ്ക്കുമേൽ ആക്രമണം പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് വേണ്ടതെന്ന് ഇസ്രായേൽ മുൻമന്ത്രി ബെൻഗിവിർ നെതന്യാഹുവിനോട് നിർദ്ദേശിച്ചതും ഭീതി പരത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് $1 ബില്യൺ പുതിയ ആയുധങ്ങൾ കൈമാറാൻ അമേരിക്ക ഒരുങ്ങുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അറബ് രാഷ്ട്രങ്ങളും ആശങ്കയിലാണ്. എന്നാൽ വെസ്റ്റ് ബാങ്ക് നഗരങ്ങളിൽ പലസ്തീനികൾക്കെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ സേന. ജെനിൻ അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന നിരവധി കെട്ടിടങ്ങൾ സൈന്യം തകർത്തു. തുൽക്രാം, തൂഫ എന്നിവിടങ്ങളിൽ പലസ്തീനികൾക്കെതിരെ വ്യാപക ആക്രമണ സംഭവങ്ങൾ അരങ്ങേറി. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ തുടരുന്ന സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് UN സെക്രട്ടറി ജനറൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനിടെ 1.5 വർഷത്തോളം നീണ്ട ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 61,709 കവിയുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. കാണാതായവരുടെ എണ്ണം കൂടി ഉൾപ്പെടുത്തിയതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. 47,518 പേർ കൊല്ലപ്പെട്ടെന്നായിരുന്നു ഗാസ ആരോഗ്യ മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്ക്. കൊല്ലപ്പെട്ട 76% പലസ്തീനികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗസ ഭരണകൂടത്തിന്റെ ഇൻഫർമേഷൻ ഓഫീസ് തലവൻ സലാമ മഹ്റൂഫ് പറഞ്ഞു. അതേസമയം 14,222 പേരുടെയെങ്കിലും മൃതദേഹങ്ങൾ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ വംശഹത്യയിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ 17,881 പേരും കുട്ടികളാണ്. 214 നവജാത ശിശുക്കളെയും സൈന്യം കൊലപ്പെടുത്തിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 20 ലക്ഷത്തിലേറെ പേർ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ചിലർക്ക് 25 തവണ വീടും ടെന്റുകളും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അഭയാർത്ഥികൾ ജീവിച്ചത്. പീരങ്കികളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ സേന നടത്തിയ നിരന്തര ബോംബിടലിൽ 1,11,588 പേർക്ക് വിവിധ തരത്തിലുള്ള പരിക്കേറ്റതായും മഹ്റൂഫ് കൂട്ടിച്ചേർത്തു. സാധാരണക്കാർക്ക് മാത്രമല്ല, ഗസയിലെ ആരോഗ്യ പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. 1155 ആരോഗ്യ പ്രവർത്തകരും 205 മാധ്യമപ്രവർത്തകരും 194 സിവിൽ ഡിഫൻസ് ജീവനക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു.